അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വലിയ താങ്ക്സ് കേട്ടോ. കാരണം എൻ്റെ ഒരുപാട് കുറവുകളുള്ള ചെറിയ ചെറിയ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ട് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ വീടും ഒക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ട്. കാരണം ഞാൻ വലിയ എഫേർട്ടൊന്നും ഇട്ട് വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ആ കുറവുകളുള്ള ഷോർട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ട്. അവരോടാണേ ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയാമോ? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഇത് നിങ്ങൾ കേൾക്കാതെ പോവരുതേ. നമുക്കൊക്കെ ഇപ്പോൾ സംഭവിച്ചു, ഇപ്പോഴാണ്, നേരത്തെ മുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 മാസമായതേ ഉള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ 144 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറവാണ്, അത്രയ്ക്കൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് പറയാനല്ല, 144 കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 140 ആയിട്ടോ. അതെന്താ വെച്ചാൽ ഈ ജെന്യൂൻ അല്ലാത്ത സബ്ബൊക്കെ അവർ എടുത്ത് കളയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ആരുടെയും കണ്ടിട്ട് നമ്മൾ സബ് കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ടും വീഡിയോ ഒന്നും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, അതങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പരസ്പരം സഹായിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുക, 24 hours ശേഷം മാത്രം ഏതെങ്കിലും 1-2 ഷോർട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ സബ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും, ആർക്കും പ്രയോജനം ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എന്തായാലും നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാരുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ ഏത് നേരവും നോക്കിയിരിക്കുന്ന നമ്മുടെ ഇത് കളയുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നെപ്പോലെ ഒന്നും അറിയാതെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഇത് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 24 hours ശേഷമേ നമ്മൾ സബ് ചെയ്യാൻ പാടുള്ളൂ. 1-2 വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടതിന് ശേഷം മാത്രമേ സബ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവും, ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോവാം. പക്ഷേ അതിന് ആ സഹായം ഫലമാകണമെങ്കിൽ, യൂസ് ആവണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, ഷോർട്ട് കണ്ടതിന് ശേഷം മാത്രം സബ് ചെയ്യുക. കമൻറ്റിലൂടെ നമുക്ക് ചോദിക്കാം കൂട്ടാക്കാമോ എന്നൊക്കെ. പക്ഷേ എനിക്ക് തീരെ കുറവാണ് കേട്ടോ. ഞാനെങ്ങനെ ഇതുവരെ അങ്ങനെ ആരോടും ചോദിക്കാഞ്ഞത് കൊണ്ടായിരിക്കും. ഈ അടുത്ത 1-2 ദിവസമായിട്ടാണ് ഞാൻ ഓരോരുത്തരോട് കൂട്ടാക്കാമോ. അതിന് മുന്നേ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല, ഇനി ആരും നമ്മൾ എഫേർട്ടൊന്നും ഇല്ലാതെ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാതെ ഇടുന്ന ഷോർട്ടൊക്കെ കണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഇത് ചെയ്തത് തന്നെ, ഞാൻ ഒരുപാട് കോംപ്ലക്സ് ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിറത്തിൻ്റെയും ഭംഗിയുടെയും ഒക്കെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും കോൺഫിഡൻസ് ലെവൽ ഉയരാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചെയ്തത്. പിന്നെ നമ്മൾ എന്തായാലും ഫോണിൽ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാർ ഞാനും സപ്പോർട്ട് ചെയ്യും, അവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. എനിക്ക് അങ്ങനെ ഇന്നലെ 144 140 ആയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് 2026 ജെന്യൂനിറ്റി ഒരുപാട് നോക്കുന്നുണ്ട് അവർ, നേരത്തെ പോലെയല്ല. അപ്പോൾ എല്ലാവരും ഷോർട്സൊക്കെ കണ്ടിട്ട് സബ് ചെയ്യുക. അപ്പോൾ നല്ല ഷോർട്സും വീഡിയോ ഒക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാം. നമ്മൾ സാധാരണക്കാരും യൂട്യൂബൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അല്ലാത്തവർ പോവട്ടെ. നമ്മളെന്തായാലും സെലിബ്രിറ്റീസിൻ്റെ മാത്രം കണ്ടിരുന്നാൽ പോരല്ലോ, നമ്മളെപ്പോലുള്ളവർ മുന്നോട്ട് വരണ്ടേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.